ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാങ്കിലൊന്ന് പോകണം, പിന്നെ വേറെയും 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അതെന്തായാലും പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി, കാരണം ഭയങ്കര വെയിലാണ് ഉച്ചയ്ക്കൊക്കെ. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഒട്ടും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ പോയിട്ട് വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. പക്ഷേ ഈ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഗൈസ്. ബാറ്ററിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരു തവണ അത് നന്നാക്കിയതാണ്, പക്ഷേ ഇപ്പോഴും സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഒരു തവണ നമ്മളിത് ഉച്ച വരെ വണ്ടി കടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഫുൾ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി കൊണ്ടുവന്നാണ്. ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് കേട്ടോ. 10,000-2,000 രൂപയുടെ ബില്ലുമായി. ഇപ്പോൾ എന്തായാലും സ്കൂട്ടർ പിന്നെയും സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് കിക്കറൊക്കെ അടിച്ച് നോക്കാം. ഇടയ്ക്ക് കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ടാവാറുണ്ട്. കിക്കർ അടിച്ച് നോക്കാം സ്റ്റാർട്ടാവുമെന്ന്. ഗൈസ്, അപ്പോൾ നമുക്ക് കിക്കർ അടിച്ച് നോക്കാം കേട്ടോ. കിക്കർ അടിക്കുമ്പോൾ സാധാരണ സ്റ്റാർട്ടാവുന്നതാണ്. സ്റ്റാർട്ടായി ഗൈസ്. കൈ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ടാക്കട്ടെ കേട്ടോ ഗൈസ്, അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബാങ്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നല്ല ചൂടാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി കുറച്ച് ലേറ്റായി. അപ്പോൾ ഒരു നാരങ്ങാവെള്ളവും ഒരു ബോളും കഴിക്കും കേട്ടോ. കഴിച്ചിട്ടാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മുടെ കനാലിൻ്റെ അവിടെ നിർത്തിയിട്ടോ. അപ്പോൾ കനാലിൽ നിറച്ച് വെള്ളമാണ്. ഒരു രക്ഷയില്ല, കണ്ടിട്ട് ചാടി കുളിക്കാൻ തോന്നുന്നു കേട്ടോ. നമ്മളെല്ലാ കൊല്ലം ഇവിടെ വന്ന് കുളിക്കണതാണ്. പക്ഷേ ഈ കൊല്ലം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അടിപൊളി വെള്ളമാണ് ഗൈസ്. കാണിച്ചു തരാം കേട്ടോ. വെള്ളം കിടക്കുന്ന കണ്ടില്ലേ, നിറഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. മെയ്യൊക്കെ പകുതി ആകുമ്പോഴത്തേനും ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. കാരണം മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഇത് അടയ്ക്കും. മുമ്പ് ഒരു ദിവസം എന്തായാലും വന്ന് കുളിക്കണം ഗൈസ്. എല്ലാ കൊല്ലം നമ്മൾ വരുന്നതായിരുന്നു, പക്ഷെ നമുക്ക് ഇത്തവണ വരാൻ പറ്റിയില്ല. ഓരോരോ കാര്യങ്ങളൊക്കെ തിരക്കായിട്ട് പിന്നെ ഇത് അങ്ങനെ ഓർക്കൂല ഗൈസ്. പക്ഷെ ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഇതിനകത്ത് വന്ന് കിടക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ വന്ന വഴിക്ക് നിറച്ചു എല്ലാ കടകളിലും പിള്ളേരൊക്കെ ആയിരുന്നു കേട്ടോ. മൊത്തം പിള്ളേരും പിന്നെ ഈ 2 സൈഡിലും വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഫുള്ള് ഇതിനകത്തുണ്ട്. കാരണം തുണി അലക്കാനും പിന്നെ പിള്ളേരൊക്കെ സ്കൂൾ അടച്ചേക്കുമല്ലേ, മൊത്തം വെള്ളത്തിനകത്ത് കുളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കനാലിൻ്റെ 2 സൈഡുകളിലും നിറച്ചും വീടുകളാട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സുഖമായിരിക്കും. രാവിലെ എഴുന്നേൽക്കുക, കനാലിലേക്ക് ചാടുക. രാവിലെ അല്ലെങ്കിൽ ചൂട് തോന്നുന്ന സമയത്ത് കനാലിൽ ചാടി കുളിക്കുക. എന്നാ സുഖമല്ലേ. നമുക്കൊക്കെ ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അത് വലിയ കിലോമീറ്റർ ഒന്നും അല്ല, പക്ഷെ നമ്മൾ ഈ കാര്യം ഓർക്കൂല. നമ്മൾ ഓരോ കേസ് കെട്ടുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോവുക അങ്ങനെയൊക്കെയുള്ള തിരക്കായിരിക്കും. അതുകൊണ്ട് ഈ സംഭവം അങ്ങ് വിട്ടുപോകും. പിന്നെ രാത്രിയിലൊക്കെ വന്ന് കുളിക്കാൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇവിടെ വൈകിട്ടൊക്കെ ഈ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. വൈകിട്ടാകുമ്പോഴത്തേനും അതിലും തിരക്കായിരിക്കും. പിന്നെ അവിടെ അക്കുഡേറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഈ കനാലിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പറ്റിയ, പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പറ്റിയൊരു ഇതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ പോയി ചാടുമായിരുന്നു. ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ ആരുമില്ല. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ഓരോ തിരക്കിലും അവരും ഓരോ ജോലിക്കൊക്കെ ആയിട്ട് അതിലേക്ക് പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം, കാരണം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ചെറുക്കൻ കയറി ഇരിക്കണോ. ഇച്ചിരി പറക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പുള്ളി വീട്ടിൽ കൂടെ ഒക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അപ്പടി പറന്ന് നടക്കുവാണ്. അപ്പം ഞാൻ ഫുഡ് വന്നപ്പോഴത്തേനും ഫുഡ് കൊടുക്കാൻ വേണ്ടി തുറന്നാണ്. അപ്പോൾ പറന്നത് ഇവിടെ വന്നിരിക്കട്ടോ. ഡായാണോ ഡി ആണോ എന്ന് അറിയത്തില്ല. ഇപ്പം അനങ്ങാണ്ടിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ പറക്കാനുള്ള. ഇനി കൂട് മേടിക്കാൻ സമയമായെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, എപ്പോഴും പറന്ന് നടക്കാൻ. എന്നടാ അപ്പോൾ നമ്മളിപ്പോഴും കൈ വെച്ചാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ കൊത്തി തിന്നാറൊന്നും ആയിട്ടില്ല. അപ്പോൾ തന്നെ തീറ്റിച്ച് പഠിപ്പിക്കണം പുള്ളീനെ. എന്നടാ നീ എന്തിനാ അതിൻ്റെ മുകളിൽ കയറിക്കണേ? ഇച്ചിരി പറക്കാറായുള്ളൂ. അപ്പോൾ തന്നെ പുള്ളി അങ്ങ് പറന്നങ്ങ് പോകണം. കുറച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ കർട്ടനിലെ താഴെ പറന്നെത്തിയത്. പിന്നെ അവിടെ നിന്ന് പിടിച്ച് കയറി തട്ടെ മേളിലേക്ക്. പിന്നെ എപ്പോഴും ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ചോണ്ടിരിക്കും. വാ. പിന്നെ നമ്മൾ വിളിച്ചാൽ നമ്മുടെ അടുത്തേക്കൊക്കെ പറന്നു വരും കേട്ടോ. ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. ഇപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ അതെന്തായാലും വരൂല്ല, നോക്കാട്ടോ. എവിടെ ഇരിക്കാട്ടോ പുള്ളീനെ ഇവിടെ വെച്ചിട്ട്, കൂടിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് വിളിക്കാം. വരും നോക്കാം. ബാ എൻ്റെ മേത്ത് വന്നിരിക്കട്ടെ നോക്കാം. അത് കാണിക്കല്ല, എൻ്റെ മേത്ത് വന്നിരിക്കണ. വാടാ. കണ്ടോ, നിങ്ങളെ കാണിക്കുമ്പോഴേ കണ്ടോ ലക്ഷ്യം മാറിപ്പോയി.
ആ താഴെ പോയി ഗൈസ്. നിലത്തൂടെ നടക്കും കേട്ടോ. അപ്പൊ നമ്മൾ പോണ പുറകെ ഇങ്ങനെ നടന്നു വരും. ഇനി ബാ 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 കണ്ടോ, ഇങ്ങനെ നടന്നു വരും. പക്ഷെ ഒടുക്കത്തെ പേടിയാണ് കേട്ടോ. കാലം കണ്ട് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും പുള്ളി പേടിച്ചോടും. വാ 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 ബാജു വാടാ വാടാ. അല്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും പുള്ളി പുറകോട്ട് കൂട്ടോ. അതാണ് ഒരു രക്ഷയില്ല കൈസ്. ഇപ്പൊ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. കാരണം നമ്മൾ ഈ മുറിയിലേക്ക് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഡോറ് തുറക്കുന്ന ശബ്ദം, പിന്നെ സ്വിച്ച് ഇടുന്ന ശബ്ദമൊക്കെ കേട്ടാ പുള്ളി ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. കാരണം ഇപ്പോഴും താഴെ കിടന്ന് ഇങ്ങനെ ഒച്ച ഏൽപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ അന്നാ അടങ്ങി ഒരുങ്ങി ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ മേത്തേക്ക് പറന്നു വന്നുണ്ട്, പക്ഷെ പോകുന്ന വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും. ഹായ് പറഞ്ഞേ, ഹായ് പറയടാ. ഇവിടെ വലുതാകുമ്പത്തേനും ഒക്കെ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. ഇപ്പൊ ജസ്റ്റ് പേടിയുണ്ട്, നല്ല പേടിയുണ്ട് നമ്മൾ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേനും. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും പുറത്തേക്ക് അവൻ പുറകോട്ട് പോവാ. എന്നാന്നറിയില്ല, സെറ്റ് ആവുമായിരിക്കും. വീട്ടിൽ കയറാൻ പോവാണ്. തീറ്റ കൊടുത്തു കേട്ടോ. പുള്ളിക്ക് ഇനി പറന്ന് കിടക്കാനുള്ള സെറ്റപ്പാണ്. തീറ്റയെ കുറിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൽ കയറ്റി അടച്ചു വെക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി കിടന്ന് എപ്പോഴും ആ ചവിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് അതിനകത്ത് കയറ്റാം. കൂടിലിടാറായിട്ടില്ല ഗൈസ്, കൂടിലൊക്കെ പിടിച്ച് നിൽക്കാറായിട്ടില്ല. കൂട് നമ്മൾ മേടിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അല്ലേ? കൂട് മേടിക്കുന്നുണ്ട്, കൂട്ടിയിടാം ഗൈസ്. ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് എല്ലാ കൊല്ലവും നിറച്ച് പൂത്തുകൊണ്ടിരുന്ന കേട്ടോ. ഇത്തവണ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാ മാങ്ങ പൂത്തുള്ളൂ. ഒട്ടും ഉണ്ടായില്ല. നിറച്ച് പൂത്തുകൊണ്ടിരുന്നായിരുന്നു, നിറച്ച് മാങ്ങ ഉണ്ടായിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഉണ്ടായില്ല. പക്ഷേ നമ്മുടെ റംബൂട്ടാൻ മരം നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ, കായ്ച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത്തവണ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേനേക്കാളും കൂടുതൽ കായ്ച്ചിട്ടുണ്ട്. ഇതിലേ അത്യാവശ്യം എല്ലാ പൂവിലും തന്നെ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേനേക്കാളും നിറച്ച് പൂത്ത് കിടക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയ കടയിൽ നിന്ന് നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വായിലിട്ട പൊട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് വായിലിട്ട് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കണ്ടപ്പോൾ രസം തോന്നി മേടിച്ചാണ്. 10 രൂപ ഉണ്ടോ, ഒന്ന് കഴിച്ചു നോക്കാം. ചാടുന്നില്ലോ. ആ പൊട്ടുന്നുണ്ടോ? ഓ എന്തോ പോലെ ഒച്ച കേട്ടോ. മൈക്കില്ലാത്തോണ്ടേ വായ എടുത്ത് പിടിച്ചേക്കണേ, നല്ല ഒച്ച ഉണ്ട്. അതെ, തൊണ്ടയിലൊക്കെ ഇവിടെ ഇങ്ങനെയൊന്ന് പൊട്ടുക. ഇപ്പോഴും പൊട്ടുക കേട്ടോ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.